ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിരുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് നിയ എന്ന് വരാൻ കേട്ടോ. നിയ 22 ദിവസമൊക്കെ കഴിഞ്ഞ് നിയന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വരാണ്. പിന്നെ നിയാക്ക് ഇനി ഇതുപോലെ തന്നെ ഒരു 2 പ്രാവശ്യം കൂടി എക്സാമിന് പോകണം കേട്ടോ. ഇനി ഒരു ജൂണിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിസംബറിൽ പോകണം. അതോടുകൂടിയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പോൾ നീ വരുന്നതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവന് കുറേ ദിവസമായിട്ട് ഹോസ്റ്റൽ ഫുഡും ഒക്കെ കഴിച്ചിട്ട് ആകെ ഒരു ടേസ്റ്റ്. അവിടെയൊക്കെ ഉരുളക്കിഴങ്ങില്ലേ, പൊട്ടറ്റോ ആണ് കൂടുതലായിട്ടുള്ളത്. നമ്മളെ പോലെ പച്ചക്കറി ചോറ് അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും അങ്ങനെ പൊട്ടറ്റോ ചേർത്തിട്ടുള്ള ബിരിയാണി കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ക്ലാസ് കഴിഞ്ഞ് നീ വരാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാം കേട്ടോ. ബിരിയാണി വെക്കുന്ന റെസിപ്പി കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള, എല്ലാവർക്കും അറിയാമല്ലോ ഒരു ബിരിയാണി വെക്കാൻ. ഇപ്പോൾ ആർക്കും അറിയാൻ പാടില്ലാത്തല്ലേ. പിന്നെ അപ്പോൾ നീ ട്രെയിനിലോട്ട് വരണേ. ഇപ്പോൾ 3-4 ദിവസം വേണമല്ലോ ട്രെയിനിൽ. അപ്പോൾ ഫുഡൊന്നും ശരിയല്ല. ഫുഡൊക്കെ ഒന്നും കഴിക്കൂല പുള്ളി. അങ്ങനെയൊന്നും കഴിക്കണ ഒരാളല്ല. പുള്ളിക്ക് ഇച്ചിരി വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം. ട്രെയിനിലെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പുറത്തിറങ്ങിയാൽ ബ്രോസ്റ്റഡോ അല്ലെങ്കിൽ ബർഗർ അങ്ങനെയൊക്കെ കഴിക്കും. ഇപ്പോൾ KFC ഒക്കെ കാണുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കും. അല്ലാതെ പുള്ളിക്ക് ഇങ്ങനെ അവിടത്തെയൊക്കെ ഫുഡെന്ന് പറഞ്ഞാൽ എപ്പോഴും കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറികളാണ് മൊത്തം. ബിരിയാണിയിൽ വരെയും ഉരുളക്കിഴങ്ങാണ്. ഒരു കഷ്ണം ചിക്കൻ, ഒരു വലിയ ഉരുളക്കിഴങ്ങ് മൊത്തം ഇങ്ങനെ പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ. അവരൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത്. അവിടുത്തെ ഫുഡ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഒന്നും പറ്റൂലല്ലോ. നമുക്കങ്ങനെ എപ്പോഴും ഫുഡിൽ കിഴങ്ങൊന്നും നമുക്കത്ര ഇഷ്ടമല്ല. ഇവിടെ ഭായിമാരങ്ങനെയാട്ടോ കഴിക്കണേ. ഭായിമാർക്ക് എപ്പോഴും കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഞങ്ങൾ പറയും ഇവരെങ്ങനെയാണ് ഈ കിഴങ്ങ് ഇങ്ങനെ കഴിക്കണേന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു നാടാണല്ലോ അങ്ങനെ. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയണേ. ബിസ്ക്കറ്റ്, വെള്ളം അങ്ങനെ ലൈറ്റായിട്ട് അങ്ങനെയൊക്കെ പുള്ളി വാങ്ങിച്ചു വെച്ചേക്കണേ. പഴമൊന്നും ഇല്ലെന്ന് അവിടെ. പഴം പോലും ഇവിടെ കടകളിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോഴേക്കും രാത്രിയായിട്ടോ വരുന്നേ. ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ കോളേജിൽ പോയേക്കാണ്, വന്നിട്ടില്ല. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തെ ഫുഡിന് ബിരിയാണി തന്നെ കൊതിയാണെന്ന് പറയണ്ടായി. അപ്പോൾ അത് തരം ഒന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി, പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പണിത്തിരക്കിലൊക്കെ ആയിരുന്നു. നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. വീഡിയോ അങ്ങനെ ഇടാൻ എന്താ കണ്ടൻറ്റ്, വെറുതെ വീട്ടിലിരിക്കല്ലേ. വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ കണ്ടൻറ്റൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ ആഴ്ച കല്യാണമല്ലേ. കല്യാണമായിട്ട് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ വരും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ല. ഇനി ഡ്രസ്സ് എടുക്കണ്ടെന്നൊക്കെ വിചാരിക്കും. പിന്നെ എടുക്കണമെന്ന് വിചാരിക്കും. എടുക്കാതെ എങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയണം കല്യാണങ്ങൾക്ക്. അപ്പോൾ അന്നേരം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു കല്യാണമല്ലേ. അപ്പോൾ എടുക്കാതിരിക്കാനും നമുക്കങ്ങനെ പറ്റുന്നില്ല. ഇൻഷാല്ലാ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണം. ഈ സമയം എനിക്ക് അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീ വന്നിട്ട് വേണം ഇനി അതിനൊക്കെ പുറത്തേക്ക് പോകാൻ. ഇനി പുറത്തേക്ക് പോയിട്ടില്ല. പെരുമ്പാവൂർക്ക് ഒന്നും അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോകും വരുന്നല്ലാതെ നമ്മളങ്ങനെ അവിടെ പോണില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, പിന്നെ കല്യാണ വീട്ടിൽ തിരക്കിക്കാൻ ഞാൻ അവിടുത്തെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ സത്യത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ പണിയും തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരം ഉള്ള വിശേഷങ്ങളും എല്ലാം കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയൊക്കെ സെറ്റായിട്ട് കാണിച്ചത്. മോതിരമൊക്കെ ഇട്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ,
കൂർക്കയില്ലേ, കൂർക്കയും ചിക്കൻ കറി, ചിക്കനും കൂടി ഇങ്ങനെ വെക്കൂലേ, ബീഫും കൂർക്കയും കൂടി വെക്കണതാണ് നല്ലത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ചിക്കനാണ് കിട്ടിയല്ലോ, അപ്പോൾ ഞാൻ ചിക്കനും കൂർക്കയും കൂടി വെച്ചു. നിങ്ങളിങ്ങനെ കഴിക്കാറുണ്ടോ, കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയണേ. ബീഫും കൂർക്കയും എല്ലാവരും വെക്കണ്ടാവും, ഇത് എല്ലാവരും വെക്കണതല്ലേ. നമ്മൾ കപ്പ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ ബീഫും കൂർക്കയും. പണ്ട് തൊട്ടേ ഞങ്ങൾ നെടുങ്കണ്ടത്തൊക്കെ അവിടെ മൂന്നാറൊക്കെ താമസിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും വെക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ബീഫും കൂർക്കയും. അന്നേരം ഇപ്പോൾ ഈ വീഡിയോ അവരൊക്കെ കാണണമെങ്കിൽ അവരൊക്കെ എപ്പോഴും പറയും ഞാൻ വെക്കുന്ന ബീഫിൻ്റെയും കൂർക്കയുടെയൊക്കെ ടേസ്റ്റ് ഇന്ന് എന്നെ കാണുമ്പോൾ അവർ പറയാറുണ്ട്. അന്ന് ഒന്നും യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അന്ന് തൊട്ടേ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ നാട്ടിലൊന്നും ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇതിപ്പം അവിടെയാണ് കൂടുതൽ ഇത് കണ്ടേക്കണം. അങ്ങനെ ഞാൻ അങ്ങനെ വെക്കുമായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ ആയിട്ടോ, ഇപ്പോൾ ഇവിടെ കടകളിലൊക്കെ ആയി തുടങ്ങി കേട്ടോ. നമ്മളത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ശരിക്കും വേവണം കൂർക്ക വെന്തിട്ട് ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് ഇട്ട് നല്ലോണം ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. നല്ല ടേസ്റ്റാട്ടോ. എന്നിട്ട് മല്ലിയിലയൊക്കെ ഇട്ട് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിക്കനും ഇങ്ങനെ വെക്കാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലവരെന്നെ കുറ്റം പറയായിരിക്കും, ചിക്കൻ വെക്കില്ല ബീഫായിരിക്കും വെക്കണേ എന്ന് പറയാനുണ്ടാവും. ശരിയാണ്, പക്ഷേ ഞാനിപ്പോൾ ചിക്കനിലാണ് വെച്ചത് കേട്ടോ. ചിക്കനിൽ വെച്ചിട്ടും നല്ലതാണ്, നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നീ വന്നപ്പോൾ 1 മണിയൊക്കെ ആയിട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് ട്രെയിൻ. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, ലൈറ്റായിരിക്കും എപ്പോഴും. പിന്നെ വന്നപ്പോൾ തന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് എന്താ ചിബ്രൂട്ട നോക്കിയിരിക്കുക കേട്ടോ. നീയുടെ ആളാണ് കേട്ടോ ഇത്. ഹലോ, അസ്സലാമലൈക്കും പറയണ്ട, ഇൻട്രോല്ലോ. അപ്പം നമ്മുടെ നീയ വന്നു കേട്ടോ. നീയ ഇന്നലെ രാത്രി 1 മണിയായപ്പോൾ വന്നു. അപ്പം ഇന്നിപ്പോൾ നമ്മൾ എറണാകുളം പോകും. അത്യാവശ്യ കാര്യമുണ്ട്. പിന്നെ അവൾക്ക് ഡ്രസ്സ് നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് പോകാൻ കേട്ടോ. പിന്നെന്താ, പിന്നെ ഞാൻ ഇന്നലെ എടുത്തേക്കണ വീഡിയോ ഒക്കെ കണ്ടില്ലേ, ഇത് 2 ദിവസത്തെ വീഡിയോ ആയിട്ടാ വന്നേക്കണേ. പിന്നെന്താണ് നീയാക്കെന്തൊന്നും പറയാനില്ല. നീയ പോയി ഒക്കെ വന്നു, എക്സാമൊക്കെ കഴിഞ്ഞു. എളുപ്പമായിരുന്നില്ലേ? എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ റിസൾട്ട് കാര്യങ്ങളൊന്നും ഇപ്പോഴല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ് എല്ലാവരോടും കമൻറ്റിൽ ഇങ്ങനെ പറയണ്ടായി. എന്നാലും കുറേ കമൻറ്റ് വന്നായിരുന്നു, നീ എന്തിനാ പോയേ, എന്ത് കോഴ്സാണ്, എവിടെയാണ് എന്നൊക്കെ കുറേ പേര് വീണ്ടും ചോദിക്കണ്ടായി. കുറേ പേരോട് ഞാൻ പറഞ്ഞായിരുന്നു കമൻറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞ് എൻജിനീയറിങ്ങിൻ്റെ തന്നെ എക്സാമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ദിവസം 4 എക്സാമൊക്കെ ആയിരുന്നു. 4 എക്സാമും 3 എക്സാമും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒക്കെ അറ്റൻഡ് ചെയ്തു. പാസ്സാവും ഇൻഷാല്ലാ. പാസ്സാവണമല്ലോ അല്ലേ? പാസ്സാവും. അങ്ങനെ പിന്നെന്താ, അങ്ങനെ ഇപ്പം നമ്മൾ എറണാകുളം പോകാനായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടേ പിന്നെ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നു. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലിരുന്നിട്ട്. നിങ്ങൾ പറയൂലേ വീഡിയോ ഇടുന്ന് കണ്ടന്റ് ഒന്നും ഇല്ല, വീട്ടിൽ വെറുതെ ചുമ്മാ ഇരിക്കണം. പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനാണെങ്കിലും വാങ്ങിക്കാൻ പോകാൻ ആരുമില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് കിട്ടാനില്ല കേട്ടോ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റണ്ടായിരുന്നു. അപ്പം ഇൻഷാല്ലാ ഇനി വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ കല്യാണമൊക്കെ ആട്ടോ. ഇന്ന് എന്താഴ്ചയാണോ? ഇന്ന് ചൊവ്വാഴ്ച. ഇനിയിപ്പം നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കണ്ടേന്നുള്ളതിൽ ഇങ്ങനെ ഇരിക്കണേയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മൾ പുതിയ. പിന്നെ ഞാൻ എന്ത് കണ്ടന്റ് ഇടാനാ? കുക്കിംഗ് വേണ്ട ആർക്കും. കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടംപോലെ കുക്കിംഗ് ചാനലാണ്. എല്ലാവർക്കും അങ്ങനെയല്ല. ഞാൻ പോകുന്ന സ്ഥലത്താണ് ഞാൻ ഇടുന്നത്. കല്യാണം മാത്രമല്ലല്ലോ, ആണോ? ഞാൻ എവിടെയൊക്കെയാ പോണേ? ഞാൻ കല്യാണത്തിന് പോകുമ്പോ കല്യാണം ഇടും,
കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ കല്യാണങ്ങളാണ് ഞാനിങ്ങനെ വിശദമായിട്ട് കാണിക്കാറുള്ളൂ. അല്ലാത്ത കല്യാണത്തിന് ജസ്റ്റ് പോണതും ഫുഡ് കഴിക്കണതും വന്നതും അങ്ങനെയല്ലേ ഷോർട്ടായിട്ടൊക്കെ ഇടാറുള്ളൂ. പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഈ ഒരു 2 കല്യാണം വന്നത്. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് വരുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്, അവരൊക്കെ ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും പ്രാധാന്യമില്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള കല്യാണം. എൻ്റെ കല്യാണം വരുന്ന ഈ വീട്ടിൽ ലാസ്റ്റ് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കല്യാണങ്ങളാണ് ഇത് അല്ലേ. 22 വർഷം കഴിഞ്ഞിട്ടാണ് 22അല്ല 14 വർഷം 15 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം. 22 സ്വത്തതാണ്ടല്ലോ. അപ്പോൾ കല്യാണം അങ്ങനെ വന്നത് അതന്നെ 15ആണോ 14 അങ്ങനെ വന്നത്. അപ്പൊ 16 എനിക്ക് 15 വയസ്സുള്ളപ്പോഴായിരുന്നു. അപ്പൊ അങ്ങനെ വന്നത്. അപ്പൊ നമുക്ക് അത്രയും ഒരു ഇഷ്ടമല്ലേ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെന്താ നമ്മൾ പോകുന്ന സ്ഥലത്തെ വീഡിയോസും നമ്മളുടെ വീട്ടിലെ വീഡിയോസും അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു, ഈ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇനി നിസാമോളുടെ കല്യാണം. അത്ര നിസാമോളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണമായി തുടങ്ങി. ഇന്നലെ കോളേജിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ ഡയറി മിൽക്ക് സിൽക്കൊക്കെ കൊണ്ടുവന്നേക്കാം. ഞാൻ കാണിക്കുന്നുണ്ട്. കൂട്ടുകാരി കൊടുത്താന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വല്ല കൂടോത്രം ചെയ്തിട്ടും മനസ്സ് മാറാൻ വേണ്ടിയാണോ? അങ്ങനെയുള്ള സംഭവം ഇല്ല, അത് വിശ്വസിക്കുന്നു. അതൊന്നുമില്ല. എങ്ങോട്ടാ? അല്ല ഇവളുടെ അല്ല, ഞാൻ പറഞ്ഞ ബോയ് ഫ്രണ്ട് കൊടുത്തതാണ്. എന്നെ കൊണ്ടൊന്ന് തീറ്റിക്കലൊക്കെ ആയിരുന്നു. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തു. അടിച്ചോ എനിക്കറിയാം, നമ്മളൊക്കെ അറിയില്ലല്ലോ അവരുടെയൊക്കെ ഉദ്ദേശം. ഇല്ല, കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസൊക്കെ സ്റ്റോറിയൊക്കെ കണ്ടായിരുന്നു. ഇൻസ്റ്റാടെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. അന്നേരം മിഠായികൾ കൊടുക്കൂലേ, അതില് ഒരു വലിയൊരു ഡയറി മിൽക്ക് സിൽക്ക് കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുത്തതാണ്. അപ്പോ ആ കൊച്ച് കൊണ്ടുവന്ന അവളുടെ ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ കൊടുത്തതാണ് ആയിരിക്കും. അങ്ങനെയെങ്കിലും ഉണ്ടല്ലേ. അങ്ങനെ എൻഗേജ്മെന്റ് കേട്ടോ. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണം ആയി തുടങ്ങി. പിന്നെ ഇയാടെ ഒക്കെ എത്രയോ പിള്ളേരെ മുത്താറിന്റെ അതോ മുത്താറിന്റെ ഒന്നല്ല, ഇത് റോഷന്റെ കല്യാണം കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞു. കണ്ടോ? ഇന്നലെ മിനിയാന്ന് കല്യാണമായിരുന്നു. എന്നിട്ടാ ഇവിടെ മുടിക്കല് വെച്ചിട്ടായിരുന്നു. അതല്ല, അത് ഇവിടെ കലങ്കികളൊക്കെ കാണും. എന്റെ സ്റ്റോറിയിലുണ്ടായത്. ഞാൻ കണ്ടായിരുന്നു. ഞാൻ അപ്പൊ ഈ പയ്യനഴിക്കുന്ന ഓർത്തെ. അങ്ങനെ ഇയാടെയൊക്കെ പെൺകുട്ടികളുടെ ഒട്ടുമിക്കതും കഴിഞ്ഞു. ഇപ്പൊ ആൺകുട്ടികൾ 22 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുകയും. ലവ് മാരേജ് ആണെങ്കിലും എന്താ കൊച്ചിന് 22 അപ്പൊ കെട്ടണം. ഉറപ്പിച്ചു വെച്ചാ പോരെ, കെട്ടിക്കോട്ടെ. ഇപ്പൊ എന്താ കുഴപ്പം? അവളുടെ പാപ്പാക്കും വാങ്ങാൻ കുഴപ്പമില്ല. ഉമ്മിക്കാ കുഴപ്പം. ഉമ്മിയുടെ മുതലേ ഇതിന്റെ കാര്യം എന്റെ കാര്യം നോക്കി. എന്റെ രണ്ടുപേരെ കല്യാണം ഉറപ്പിച്ചു വെക്കാൻ അപ്പൊ അങ്ങനെ നിങ്ങക്ക് കമ്പനി കൂടെ ഒരാളായില്ലേ? ആവശ്യത്തിന് കമ്പനി ഉണ്ട്. അങ്ങനത്തെ കമ്പനി കൊള്ളൂലാട്ടാ, അത് വേണ്ട. പിന്നെന്താ അങ്ങനെ ഒട്ടുമിക്ക പിള്ളേരെയൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ വീഡിയോയിലായി പറയണേ, അതിനകത്താലും സമ്മതിക്കൊന്നുമില്ല. വീഡിയോയിലായി പറയുമ്പോ കമ്പനി കൂടാൻ ആളായിരുന്നു. ധൈര്യമുണ്ട്, എനിക്ക് പേടിക്കണ്ടില്ല. ഈ മിഠായി ഒക്കെ കൊണ്ടുവന്ന് എന്നെ കഴിപ്പിക്കുമ്പോ എന്റെ മനസ്സിൽ ആ ഒരു കാര്യത്തിൽ പിടിച്ചേക്കണേട്ടാ. ഇല്ല ഇല്ല, ഇപ്പൊ ആ ഒരു കാര്യത്തിൽ പിടിച്ചേണ ഇത്രയും നേരം ഉണ്ടായില്ല. പറഞ്ഞപ്പോഴാട്ടെ ശരിക്കും ഞാൻ ഓർത്ത്. എന്ത് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ വഴിയെ ചിന്തികളൊക്കെ. നീ എന്റെ മുഖം കാണുന്നുണ്ടോ? നിന്റെ മുഖം കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. നീ പറഞ്ഞപ്പോഴാ ശരി കേട്ടോ. ഈ മിഠായി കൊണ്ട് മമ്മി ഇന്ന സിൽക്ക് അത് ഇങ്ങനെ നല്ല ടേസ്റ്റ്. സാധനം കൊടുക്കാൻ പറ്റില്ല.
എനിക്ക് കഴിച്ചിട്ട് വന്നാ പോരെ ഉമ്മിക്ക് അന്ന നീ തന്നെ പറഞ്ഞു ഇങ്ങനെ മോള് സാധനം കൊണ്ട് തരുമ്പോ ഉമ്മ ഇങ്ങനെ പറയാ തരൂല തന്നോട്ടാ ഒരു പകുതി മുക്കാലും തിന്നു. പകുതി മുക്കാല് എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നുവെച്ചാ ഇത് കിട്ടാൻ തലേ ദിവസമാണ് ഞങ്ങള് പറഞ്ഞോളൂ മിഠായിയുടെ കാര്യം ഞാനും അപ്പൊ പാവല്ലേ വെറുതെ വിട്ടെടുക്കുക. ചോക്ലേറ്റ് തന്നെ തിന്നാനുള്ള എന്തായാലും കഴിക്കും. കണ്ടു കഴിഞ്ഞാൽ കിട്ടുമ്പോ തരണോട്ടാ. തരൂല തരൂല അത് കുഴപ്പമില്ല. ഇപ്പൊ എന്തോ ആവട്ടെ. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായില്ല. നീ പറഞ്ഞപ്പോ ചിന്തിച്ചു തുടങ്ങി. ഇരിക്കും അങ്ങനെയൊന്നുമല്ല. ഞാൻ സ്റ്റോറി കണ്ടതാ, സ്റ്റാറ്റസ് ഒക്കെ കണ്ടതാ കൊച്ചിന് എൻഗേജ്മെന്റ്. അപ്പൊ നിസ പറയുകയും ചെയ്തു. ഞാൻ ചിരിക്കണേ. നിങ്ങൾ രണ്ടുപേരും അതിൽ അറിഞ്ഞു വെച്ചിട്ട് എന്നെ പറ്റിക്കണേണോ? വെട്ടുകുത്തുറാത്തിയ പടന്നാനോടാ പറയാൻ പറ്റില്ലേ. ഞങ്ങളെ മകളെ കൂടി ഒത്തിട്ട് ഇതൊന്നുമല്ല മരിച്ച വരയിൽ നിർത്തുന്ന ഞങ്ങളെയാ. പെങ്ങളൊന്നുമില്ല. ഞങ്ങള് അവിടെ ഇങ്ങനെ കളച്ചിരുന്നു. നമ്മുടെ സ്റ്റുഡിയോ കയറണ്ടേ പിന്നെ അങ്ങനെ പക്ഷേ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. എന്ത് ഞാൻ ഉറപ്പിക്കും അത് ഇൻഷാ അല്ലാഹ്. അങ്ങനെ അല്ലാതെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. പിന്നെന്താ ഉറപ്പിച്ചു നോക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അങ്ങനെയൊന്നും സംസാരിച്ചു വീട്ടുകാർക്കൊരു ധൈര്യം. അതേത് കോളേജാടാ? ഐസായിട്ടില്ലേ? അങ്ങനെയൊക്കെയായിട്ട് നമ്മുടെ വീഡിയോ കാണണേ. ഓഫി പിന്നെ വേറൊരു സിനിമ ഉണ്ടെന്ന് പറയുന്നത് നല്ലതാന്ന് പറയുന്നത് ആസിഫലിയുടെ. നമുക്ക് ഇവിടെ എറണാകുളത്ത് എവിടെയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ മറൈൻ ഡ്രൈവിലാണ് നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ പോയി നമ്മൾ വരാം കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് ഏതായാലും വന്നതല്ലേ, പാർക്കിങ്ങിൽ തന്നെ വണ്ടി കിടക്കുകയും ചെയ്തോളൂ. അപ്പോൾ നമുക്കിവിടെ ആ ബോട്ട് ജെട്ടിയിൽ അവിടെയൊക്കെ കുറച്ച് നേരം ഇരിക്കുക, അവിടേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ കൊണ്ട് പോകണം. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ എപ്പോഴും വരാറുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്കറിയാമല്ലേ, ഇതിൻ്റെ തന്നെ ഏറ്റവും അറ്റത്ത് നമ്മൾ മോമോസ് കഴിക്കാൻ വരുന്നത് നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ. എപ്പോഴും രാത്രിയാണ്, അവിടെ രാത്രിയാണ് നല്ല രസം വരാനൊക്കെ. അങ്ങനെ വരാറൊക്കെ ഉള്ളതാണ്. ഇപ്പം അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. നമ്മളിന്ന് ഈ അറ്റത്തേക്കാണ് പോന്നേക്കണേ കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ കണ്ട്, അപ്പോൾ ഇവിടെ ബോട്ട് ജെട്ടി ഇല്ലേ അതാട്ടോ. അപ്പോൾ അത് ഫോർട്ട് കൊച്ചിയിലേക്കും പിന്നെ വൈപ്പിനിലേക്കും ഒക്കെ പോകുന്ന ബോട്ട് ജെട്ടി, പിന്നെ എവിടെയാണ് ബോൾഗാട്ടി പാലസിലേക്കൊക്കെ പോകുന്ന അതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കോണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഓരോ ടൈപ്പ് മസാലയാണെന്ന് തോന്നുന്നു. ഇതിലിപ്പോൾ ബട്ടറൊക്കെ പറ്റിയിട്ടാണ് തരുന്നത്. ബട്ടറൊക്കെ പറ്റി ഇതിൻ്റെ പൊടിയൊക്കെ മസാലപ്പൊടി ഇതിൻ്റെ ചാറ്റ് മസാലയെന്ന് തോന്നണം. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കിട്ടിയത്. അതൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. ഇപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിന്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അധികം അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ കുറേ സ്കൂൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഏതോ ദൂരെ നിന്ന് വന്നത്, മലപ്പുറം എവിടെയോ ആണെന്ന് തോന്നുന്നു. ആ ഭാഗത്തുനിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങോട്ടാട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ കാണാം. ടീച്ചേഴ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ പോവാണ്. ഇങ്ങനെ എന്താണോ എറണാകുളമൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. അവരങ്ങനെ കണ്ട് ഉല്ലസിച്ച് പോവാട്ടോ. അപ്പോൾ ഞാനും അതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാം. അങ്ങനെ ടൂറ് വരുന്നതെന്ന് പറഞ്ഞ് വരുന്നേയില്ലേ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതാ അവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന്. അങ്ങനെ ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ പോവാട്ടോ. ഒരുവിധം വലിയ കുട്ടികളും ഉണ്ട്, പിന്നെ തീരെ ചെറിയ കുട്ടികളും ഉണ്ട് കേട്ടോ.
അപ്പം പിന്നെ ഇതാ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമായിരുന്നു. എറണാകുളത്ത് വരാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് കാറ്റുകൊണ്ട് വൈകുന്നേരം ഒരു 6 മണി 6:30 ആവണം കേട്ടോ. ഇപ്പം ഞങ്ങൾ 4 മണിയൊക്കെ ആയിട്ടുള്ളൂ. 6:30 ആവണം, എന്നാലാണ് നല്ല കാറ്റൊക്കെ വരുള്ളൂ. അപ്പോൾ എപ്പോഴും പണ്ട് വന്നിരുന്നു. പിന്നെ ഇപ്പം ഒന്നും അധികം അങ്ങനെ വരലൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയൊക്കെ നിന്നതാട്ടോ. ചുമ്മാ വെറുതെ ഒരു രസം വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കയറിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നടക്കാനൊക്കെ ഇറങ്ങിയാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് നടക്കാനാണ് സുഖം കേട്ടോ. നമുക്ക് നടക്കണവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാറിട്ടിട്ട് വൈകുന്നേരം ഇവിടെ ഈ അറ്റത്ത് നിന്ന് അറ്റം വരെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടന്ന് പോകണം. എന്നിട്ട് നമുക്ക് നടക്കണതിൻ്റെ ആ ക്ഷീണം അറിയില്ല. നമുക്ക് കുറേ ദൂരം നമുക്ക് നടക്കാനും പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ ഫ്ലാറ്റിലുള്ളവരൊക്കെ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്ന് പോരാണ്. പിന്നെന്താ, ഇതിപ്പോൾ അസ്തമയൊന്നും ആയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 4 മണി 4:30 ആയിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളൂ, ഞാൻ ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലായിട്ടില്ല. അങ്ങനെ അപ്പം നീ അങ്ങോട്ടൊന്നും വന്നില്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ നീയെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാനും നിസായുമാണ് ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കണത് കേട്ടോ. നീ അവിടെ താഴ്ത്തിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളും ഇവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല, വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അതൊക്കെ ഒരു രസം, അത്ര. പിന്നെ നമുക്ക് കുറേ ദിവസമായില്ലേ നമ്മൾ പുറത്തൊക്കെ പുറത്തിറങ്ങാണ്ട് ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്ന് എന്തോ വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും അല്ലേ. ഭയങ്കര നമുക്കൊരു എന്തോ ഒരു ഇതാണ്. ഒന്നിങ്ങനെ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മളൊരു ഹാപ്പിയാവും, റിലാക്സായിട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, ഞാൻ എപ്പോഴും അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. എപ്പോഴും നമ്മളിങ്ങനെ ചിരിക്കാൻ പറ്റുന്ന സമയത്ത് ചിരിക്കുക, മാക്സിമം ഏത് ദുഃഖത്തിലും സന്തോഷം കണ്ടെത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. ചിരിക്കണം, സന്തോഷിക്കണം, അങ്ങനെ. അല്ലാതെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഹാപ്പിയായിട്ട് ഇരിക്കണം. അതൊക്കെ ആർക്ക് എന്നെ കുറ്റം പറഞ്ഞാലും ശരി, ചില ഒരുപാട് പേര് എന്നെ കുറ്റം പറയുമായിരുന്നു. ഇങ്ങനെ സന്തോഷമായിട്ട് നടക്കാൻ പറ്റുന്നതൊക്കെ ചോദിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഹാപ്പിയായിട്ട് നടക്കും. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം, ഇല്ലായ്മ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാവരുടെ മുമ്പിലും സന്തോഷിച്ച് നടക്കാനായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇത് പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല, പക്ഷേ ഞാനതങ്ങ് പറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഈ പ്രായത്തിലല്ല, ചെറിയ പ്രായത്തിലേക്ക് ഇങ്ങനെ വളയും മലയുടെയൊക്കെ ഈ കട കണ്ട എനിക്ക് ഇവർ നിസായൊക്കെ ചെറുതായി, പെൺകുട്ടികൾക്കാണല്ലോ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ എനിക്ക് കൈ നിറച്ച് മേടിക്കണം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണ് മണപ്പുറം, ആലുവ മണപ്പുറത്ത് നമ്മൾ പോകുമ്പോഴും ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കില്ല. ഇപ്പോഴൊക്കെ നിസായൊക്കെ വലുതായില്ലേ, ഇപ്പോൾ ഇതൊന്നും വേണ്ട. പിന്നെ വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. ഞാനൊക്കെ ആണെങ്കിൽ എല്ലാം വാങ്ങിക്കും. എനിക്കായിട്ട് ഞാനൊന്നും വാങ്ങിക്കലില്ല, പക്ഷേ കുട്ടികൾക്ക് എനിക്കിങ്ങനെ എല്ലാം വാങ്ങിക്കണം, എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നടത്തണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ വലുതായപ്പോൾ അവർ വലിയ വലിയ സാധനങ്ങളും അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ അല്ലേ അവരിടുള്ളൂ. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ടും കുറച്ച് സ്ഥലത്തും കൂടി ഞങ്ങൾക്ക് കയറാനുണ്ടായി. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും, ഇച്ചിരിയും കൂടി ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.